നാം കോറൽ ഡ്രോയിൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും അതിനെ റീഷേപ്പ് ചെയ്യുന്നതും അലൈൻ ചെയ്യുന്നതും തുടങ്ങി നിരവധി കാര്യങ്ങൾ പഠിച്ചു. ഇനി നാം കോറൽ ഡ്രോയിൽ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റിന് മനോഹരങ്ങളായ നിറങ്ങൾ കൊടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായി ഡോക്യുമെന്റിൽ ഏതെങ്കിലും ഒരു ഡ്രോയിംഗ് ടൂൾ ഉപയോഗിച്ച് നമുക്കിഷ്ടമുള്ള രീതിയിൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഈ ഒബ്ജക്റ്റിന് കളർ ഫില്ല് ചെയ്യുന്നതിനു വേണ്ടി ഈ കളർ പാലറ്റിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ സ്റ്റാറ്റസ് ബാറിൽ കാണുന്ന ഫിൽ കളർ എന്ന ഓപ്ഷനിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നത് കാണാം. ഇതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് ഓക്കെ ബട്ടണിൽ പ്രസ് ചെയ്താൽ നാം സെലക്ട് ചെയ്ത കളർ ഒബ്ജക്റ്റിലേക്ക് വന്നതായി കാണാം. അതുകൂടാതെ ഈ ഒബ്ജക്റ്റിന് വ്യത്യസ്ത തരത്തിലുള്ള കളർ ഫിൽ ചെയ്യുവാനും ഗ്രേഡിയൻസ് നൽകുവാനും പാറ്റേൺ കൊടുക്കുവാനും എഡിറ്റ് മെനുവിലെ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അതിനായി എഡിറ്റ് മെനുവിൽ നിന്ന് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഡോക്യുമെന്റിന്റെ വലതുഭാഗത്ത് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എന്ന വിൻഡോ വന്നതായി കാണാം. ഇതിൽ നിന്നും ഫിൽ കളർ, ഔട്ട്ലൈൻ കളർ, ജനറൽ എന്നിവ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്നും ഫിൽ കളർ സെലക്ട് ചെയ്യുമ്പോൾ യൂണിഫോം ഫിൽ, ഫൗണ്ടൻ ഫിൽ, പാറ്റേൺ ഫിൽ, ടെക്സ്ചർ ഫിൽ എന്നിങ്ങനെ വ്യത്യസ്ത ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ യൂണിഫോം ഫിൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നാം കളർ പാലറ്റിൽ നിന്ന് സെലക്ട് ചെയ്ത അതേ രീതിയിലുള്ള കളർ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ പാലറ്റിൽ നിന്നും കളർ സെലക്ട് ചെയ്ത ശേഷം ഇതിന് താഴെ കാണുന്ന അപ്ലൈ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ നാം സെലക്ട് ചെയ്ത കളർ ഒബ്ജക്റ്റിലേക്ക് വരികയുള്ളൂ. ഇവിടെ ഈ ഓട്ടോ അപ്ലൈ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആയതുകൊണ്ടാണ് നാം സെലക്ട് ചെയ്യുന്ന കളർ ഓട്ടോമാറ്റിക്കായി ഒബ്ജക്റ്റിൽ വരുന്നത്. ഈ ഓപ്ഷൻ അൺലോക്ക് ചെയ്താൽ നാം സെലക്ട് ചെയ്യുന്ന കളർ ഈ അപ്ലൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ആ ഒബ്ജക്റ്റിൽ വരികയുള്ളൂ. ഈ അപ്ലൈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നാം സെലക്ട് ചെയ്ത കളർ ഒബ്ജക്റ്റിൽ അപ്ലൈ ചെയ്തതായി കാണാൻ സാധിക്കും. ഇതിൽ നിന്നുമല്ലാതെ കൂടുതൽ കളർ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന അഡ്വാൻസ്ഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കളർ വിൻഡോയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്യുന്നതിനും കൂടാതെ ഇവിടെ കാണുന്ന മോഡൽ എന്ന ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ മോഡൽ എന്നെഴുതിയതിന് നേരെയുള്ള ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് ആവശ്യമുള്ള കളർ മോഡൽ സെലക്ട് ചെയ്യാവുന്നതാണ്.